ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ പ്രാവുകളും കിളികളും അങ്ങനെയൊക്കെ ഒരുപാട് പെറ്റ്സും ബൈറ്റ്സും ആണ് ഇന്നത്തെ സെയിൽ പോസ്റ്റ് വീഡിയോയിൽ നമുക്ക് വന്നിട്ടുള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ടും മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ഇതേപോലെ സെയിൽ പോസ്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുത്ത് അയക്കുക. ഫ്രഷ് വീഡിയോ ആയിരിക്കണം അയക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ഡെയിലി വൈകിട്ട് 7 മണിക്ക് വന്നാൽ ഇതേപോലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോ കാണാനായിട്ടും അതോടൊപ്പം തന്നെ അതുവഴി നിങ്ങൾക്ക് പെറ്റ്സും ബൈറ്റ്സും വാങ്ങാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം ഡെയിലി വൈകിട്ട് 7 മണിയാകുമ്പോൾ വരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നേരെ എന്തൊരു ചെറിയൊരു പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയിലോട്ട് ഇടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കരിങ്കോഴിയാണ് വന്നിട്ടുള്ളത്. പീസ് റേറ്റ് വരുന്നത് 800 രൂപയാണ് റേറ്റ് വരുന്നത്. 11 മാസം ഏജ് ആയിട്ടുള്ള കരിങ്കോഴിയാണ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ ഒന്നേ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. റേറ്റ് ചോദിച്ചിരിക്കുന്നത് 800 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെഡ് ഫാക്ടർ പൈനാപ്പിൾ കുണൂറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പീസ് റേറ്റ് വരുന്നത് 2000 രൂപ വെച്ചിട്ടാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ്. കോഡ് നമ്പർ 2 കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. റേറ്റ് ചോദിച്ചിരിക്കുന്നത് 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യെല്ലോ സൈഡ് കുണൂറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു മെയിലാണ് കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. DNA ഉള്ളതാണ് സെയിലിന് വന്നിട്ടുള്ളത്. 2000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് വയനാടാണ്. കോഡ് നമ്പർ 3 കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 2000 രൂപ. മെയിലാണ്, DNA ഉള്ള ബേഡാണ്. ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാവും, താല്പര്യമുള്ളവർ വാങ്ങുക. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗിനിക്കോഴിയും നാടൻ കോഴിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഗിനിക്കോഴി പീസ് റേറ്റ് വരുന്നത് 550 രൂപയാണ്. ഗിനിക്കോഴിയുടെ പീസ് റേറ്റ് വരുന്നത് 5 പീസാണ് അത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. കൊല്ലത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4 അതോടൊപ്പം നാടൻ കോഴിയുടെ റേറ്റ് വരുന്നത് 1000 രൂപയാണ് ആ പീസ് റേറ്റ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാകും. കൊല്ലത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബൊക്കാറയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 4000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ്. കോഡ് നമ്പർ 5 കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലവ് ബേഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ച് 125 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. കോഡ് നമ്പർ 6 കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 125 രൂപയാണ് പീസ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. 300 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഫിഞ്ചസ് കുറച്ചധികം കാണാനായിട്ട് സാധിക്കും. പീസ് റേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പീസായിട്ട് അവർ തരുന്നതായിരിക്കും. അതിൻ്റെ റേറ്റ് അറിയാനായിട്ട് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. പെയർ റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് 300 രൂപ. ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. കോഡ് നമ്പർ 6 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു പെറ്റ്സിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല നല്ല വീഡിയോസ് വരുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഡെയിലി വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ചാനലിൽ വന്നാൽ മതി, വീഡിയോസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഷോർട്സും മാക്സിമം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പോർട്രേറ്റ് വീഡിയോ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഷോർട്സും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നല്ല ക്വാളിറ്റി വീഡിയോ ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. അതും കൂടെ ഈ വീഡിയോയിൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാൻഡ്സ്കേപ്പിൽ അയച്ചാൽ മതി. നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടുള്ള ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യും. അതും നമ്മൾ ഏതെങ്കിലും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.